സിറ്റി ഫ്ലവർ പ്രവാസജാലകത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. OACC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കാലിക്കറ്റ് ഫെസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങളിലൂടെ മംഗളം പാടാം, മംഗളം പാടാം. OACC വേദിയൊന്ന് ഒരുമയിൽ ഇതൊത്തുചേർന്ന് പെരുമയിൽ മാന്യ സദസ്സിന് മംഗളം പാടാം, മംഗളം പാടാം. കോഴിക്കോടിൻ അമരക്കാരൻ കേമരാം സമരക്കാരൻ കോഴിക്കോടിൻ രാഘവേട്ടന് മർഹബയോദാ. പട്ടണം റിയാദിലെത്തി പകിട്ടു കണ്ടെന്നുള്ളു ഞെട്ടി പടച്ചറപ്പേ നിന്റെ പോരിഷ നാട്ടിൽ ഞാനെത്തി, നാട്ടിൽ ഞാനെത്തി. ഇവിടുത്തെ OACCയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അതിനെ മുന്നിട്ടിറങ്ങണം എന്ന് മാത്രമല്ല, നിങ്ങൾ മുന്നിട്ടിറങ്ങുമെങ്കിൽ ഇവിടെ ആരോട് വിളിച്ചു പറയാനും ഞാൻ തയ്യാറാണ്. ഈ 10 വീടുകൾ നമുക്ക് യാഥാർത്ഥ്യമാക്കണം. കാരണം ഞാൻ പറയുന്നത് മറ്റ് പ്രവർത്തനം പോലെയല്ല. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇടപെട്ടാൽ നമുക്ക് വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന സംതൃപ്തി അത് മറ്റൊന്നിനും കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു നന്മ ചെയ്യാൻ കഴിയുമെങ്കിൽ ആ നന്മക്ക് നമുക്കൊരു ഫലമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് നിങ്ങൾക്ക് മാത്രം, നിങ്ങളുടെ കുടുംബത്തിൽ ലഭിക്കുന്ന സന്തോഷം, ആ പുണ്യം നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയും. അവിടെ തീർച്ചയായും ഈ 2-3 കാര്യങ്ങളിൽ, രോഗികളായ ആളുകളെ സഹായിക്കുന്ന കാര്യത്തിൽ, പഠിക്കാൻ നിവൃത്തിയില്ലാത്ത, സാമ്പത്തികമായി കഴിവില്ലാത്ത കുട്ടികളുടെ പഠനത്തിന്, വീടില്ലാത്തവർക്ക് വീട്, ഈ കാര്യങ്ങളെല്ലാം ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് OACC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മുന്നിൽ വരണം. നിങ്ങൾ മുന്നിൽ വരികയാണെങ്കിൽ, ഞാൻ വീണ്ടും പറയട്ടെ, നിങ്ങൾ മുന്നിൽ വരികയാണെങ്കിൽ തീർച്ചയായും ഒരു പ്രയാസവും അതിനുണ്ടാകില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം. എൻ്റെ കയ്യിൽ കാശുണ്ടായിട്ടല്ല, എൻ്റെ അടുത്ത് വന്നു ചേരുന്ന ആരാണെങ്കിലും, രോഗികളാണെങ്കിൽ, എന്ത് പഠിക്കാൻ നിവൃത്തില്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും പറയും. അതുകൊണ്ട് ഒരിക്കലും ആ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത്, ഈ 10 വീടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മുന്നിട്ട് വരുമെങ്കിൽ ഈ 10 വീടിന് ആവശ്യമായിട്ടുള്ള ഈ സാമ്പത്തിക സംഖ്യ സ്വരൂപിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതൊരു ചാലഞ്ചായി ഏറ്റെടുക്കാൻ OACC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മുന്നോട്ടിരണം എന്നാണ് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ ഇവിടെ തന്നെ എനിക്കറിയാം, ഇവിടെ തന്നെ പല സഹോദരങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം. പല ആളുകൾക്കും പലപ്പോഴും ഇവിടെ തിരിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. അവർക്കാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം, അവർക്കാവശ്യമായിട്ടുള്ള ടിക്കറ്റ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇവരെല്ലാം ചെയ്യുന്നവരാണ്. ശ്രീ അജിത്ത് ഇവിടെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. ഇതൊന്നും തന്നെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി പറയുന്നതല്ല, ചെയ്യുന്നതല്ല. അതും പറഞ്ഞേക്കാം. അതിൻ്റെ പബ്ലിസിറ്റി ആവശ്യം എനിക്കില്ല. ഞാനിവിടെ ശ്രീ മുരളി ഇവിടെ വളരെ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ജീവപ്പ് ചവം പോലെ കഴിയുന്നൊരു ഘട്ടമായിരുന്നു. ഞാൻ അജിത്തോട് സംസാരിച്ചു, ശിഹാബോട് സംസാരിച്ചു, നവാസോട് സംസാരിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മ എന്നും വീട്ടിൽ നിന്ന് കരയുമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വൈഫ് വീട്ടിൽ നിന്ന് കരയുമായിരുന്നു. ഉൾപ്പെടുന്ന ആ ഒരു സംഘടന അത് രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്ന് പറയേണ്ടതിൽ ഖേദമുണ്ട്. കാരണം അത് നാട്ടിൽ പോയി തെരഞ്ഞെടുപ്പ് കാലത്ത്
ഞങ്ങളാണ് കൊണ്ടുവന്നു. കാരണം അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തി പൂർത്തിയായതാണ്. പക്ഷെ കൊണ്ടുവരണമെങ്കിൽ അദ്ദേഹത്തിന് പാസ്പോർട്ട് കിട്ടും. നിങ്ങൾക്കറിയാം, ഈ പാസ്പോർട്ട് മറ്റൊരാളുടെ കയ്യിലായിപ്പോയി. അദ്ദേഹം മറ്റൊരു സംഘടനയിൽപ്പെട്ട ആളായിപ്പോയി. അദ്ദേഹം ആ പാസ്പോർട്ട് ഉപയോഗിച്ച് അവസാനം വരെ എല്ലാം ചെയ്ത ഞങ്ങൾ പുറത്തും ഉടൻ പാസ്പോർട്ടുള്ള അദ്ദേഹത്തെ കോഴിക്കോട് കൊണ്ടുവരികയും ഞങ്ങളാണ് കൊണ്ടുവന്ന് പറയുകയും ഇപ്പം രാഷ്ട്രീയമായി അത് ഉപയോഗിക്കാൻ ശ്രമിച്ചത് ഖേദകരമാണ്. കാരണം ഒരിക്കലും ചെയ്യാൻ പാടാത്ത പുരുഷാരമായി മണിമക്ക തലി വന്ന് ഫാത്തിമ അഞ്ചർമേറും തൂമണി മൊഞ്ചത്തി ബീവി സുഹ്റ ഫാത്തിമത്ത് രാജാത്തി അഞ്ചർമേറും പൂമൊഴി മൊഞ്ചത്തി ബീവി സുഹ്റ ഫാത്തിമത്ത് രാജാത്തി മണിമുത്ത് നബി മുത്ത് ഫാത്തിമ മണവാട്ടി പൂവി ഊരി ഫാത്തിമ മണിമുത്ത് നബി പുത്രി ഫാത്തിമ മണവാട്ടി കുറി ഊരി ഫാത്തിമ പുതുവധുവായി ചമഞ്ഞില്ലേ തൂമലർമേനിയിൽ പൊന്നില്ലേ മഹമുദരോ മനമകളല്ലേ മാർഗവം പട്ടിലി ബാസില്ലേ പുതുവധുവായി ചമഞ്ഞില്ലേ തൂമലർമേനിയിൽ പൊന്നില്ലേ മഹമുദരോ മനമകളല്ലേ മാർഗവും പട്ടിലി ബാസില്ലേ സുരമണി മഞ്ചേരി ബിവിക്ക് പൂമണിമാരൻ വന്നില്ലേ സുരമണി മഞ്ചല്ലേറി വിരിക്ക് പൂമണിമാരൻ വന്നില്ലേ കളിവാനിൽ ചന്ദ്രികയാണ് ഒളിവേറും സുന്ദരിയാണ് ആരംഭമുത്ത് പൂമകൾ ഒളിവാനിൽ ചന്ദ്രികയാണ് ഒളിവേറും സുന്ദരിയാണ് ആരംഭമുത്ത് പൂമകൾ മണിമുത്ത് നബി പുത്രി ഫാത്തിമ മണവാട്ടി പൂവി ഊരി ഫാത്തിമ മണിമുത്ത് നബി പുത്രി ഫാത്തിമ മണവാട്ടി കുറി ഊരി ഫാത്തിമ You wish it. We have it. City Flower Department Stores.
നൂതന സാങ്കേതികതയുടെ സഹായത്താൽ തക്ക സമയത്ത് രോഗനിർണയം നടത്തി ചികിത്സിച്ചതുകൊണ്ട് എന്റെ കുട്ടി ഇപ്പൊ സേഫാണ്. രോഗികൾക്ക് ഞങ്ങളിലുള്ള വിശ്വാസം, അതാണ് ഞങ്ങളുടെ കരുത്ത്. സമ്പൂർണ്ണ ആരോഗ്യത്തിന്റെ സംതൃപ്തി ഇനി നിങ്ങളുടെ കുടുംബങ്ങളിലും. സഫ മക്ക പോളിക്ലിനിക് ആൻഡ് ഫാമിലി ക്ലിനിക്, ഇഖാമ ബലദിയ മെഡിക്കൽ സെന്റർ, ബത്ത, റിയാദ്. ആതുര സേവനം 24 മണിക്കൂറും. അഭിമുഖം എന്ന സെഗ്മെന്റിൽ ഇന്ന് നമ്മുടെ അതിഥിയായി കടന്നുവരുന്നു പ്രമുഖ കഥാകൃത്ത് അശോകൻ ചെറുവിൽ. ഗൾഫിലെ പ്രമുഖ എഴുത്തുകാരൻ ജോസഫ് അതിരിങ്കൽ അദ്ദേഹവുമായി സംവാദിക്കുന്നു. കാണുക. പ്രവാസ് ജാലം പരിപാടിയിൽ ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായി കടന്നു വരുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള കഥാകാരൻ ശ്രീ അശോകൻ ചെറുവിൽ. അദ്ദേഹത്തെ നമുക്ക് വേണ്ടി, പ്രവാസ ലോകത്തിന് വേണ്ടി, പ്രവാസി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അദ്ദേഹവുമായി മുഖാമുഖം നടത്തുന്നു ശ്രീ ജോസഫ് അതിരിങ്കൽ, പ്രവാസ ലോകത്തെ പ്രമുഖ കഥാകൃത്ത്. ഇത്തരമുള്ളൊരു ജീവിതം നമ്മൾ അനുഭവിക്കുന്ന, കാണുന്ന ഒരു ജീവിതം നമ്മുടെ എഴുത്തിൽ യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. നമ്മുടെ എഴുത്തിൽ പലപ്പോഴും ഉപരിപ്ലവമായിട്ടുള്ള ചില സംഭവങ്ങളുടെ ആഖ്യാനമായിട്ട് മാറുന്നല്ലേ. സത്യസന്ധമായ രീതിയിലുള്ള മലയാളി നേരിടുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹം നേരിടുന്ന ഈ ഒരു അവസ്ഥയെ നോക്കിക്കാണുന്ന രീതിയിലുള്ള കഥകൾ, നോവലുകൾ നമുക്കില്ലാതെ പോകുന്നില്ല. നമുക്ക് ഉള്ള എഴുത്തുകാർ അതിൽ പരമാവധി പരിശ്രമിക്കുന്നുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കവിതയിലായാലും കഥയിലായാലും നോവലിലായാലും അതിൻ്റേതായിട്ടുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഒരു ജനാധിപത്യവൽക്കരണത്തിനും മതേതരത്വത്തിനും മാനുഷിക മൂല്യങ്ങൾക്കും വേണ്ടി അതിൻ്റെ വർഗീയതയോടും വർഗീയ ഫാസിസത്തോടും ഒക്കെ തന്നെ അതിനൊക്കെ എടുത്തു തോൽപ്പിക്കണമെന്നുള്ള താല്പര്യത്തോടു കൂടി തീർച്ചയായിട്ടും പുതിയ എഴുത്തുകാർ അല്ലെങ്കിൽ പഴയ എഴുത്തുകാർ തന്നെ എല്ലാവരും, നമ്മുടെ എഴുത്തുകാരൊക്കെ തന്നെ ഈ സമൂഹത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ഉത്കണ്ഠ പുലർത്തുന്നവരാണ്. പക്ഷേ സാഹിത്യത്തിന് എത്ര കണ്ട് പ്രാധാന്യമുണ്ട് വർത്തമാനകാലത്തിൽ എന്നുള്ളൊരു മറ്റൊരു വിഷയമാണ്. കാരണം നമ്മൾ പഴയകാലമായി താരതമ്യപ്പെടുത്തരുത്. പുരോഗമന സാഹിത്യത്തിൻ്റെ ആധുനികയുടെ കാലഘട്ടത്തിൽ സാഹിത്യമായിരുന്നു നമ്മുടെ ബുദ്ധിജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. കാരണം വിജ്ഞാനത്തിൻ്റെ തന്നെ വിജ്ഞാനത്തിൽ നമ്പർ 1 ആയിട്ട് നിന്നത് സാഹിത്യമാണ്. ആ കാലഘട്ടത്തിൽ ഒരു ആഴ്ചപ്പതിപ്പ് മാസിക എടുത്തു നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആഴ്ചപ്പതിപ്പ് മാസിക എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ 90% സാഹിത്യമാണ്. ഒരു ബുക്ക് സ്റ്റാളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 90% പുസ്തകങ്ങളും സാഹിത്യ പുസ്തകങ്ങളാണ്. നോവൽ, കഥ, ഉപന്യാസം, സാഹിത്യ വിമർശനം, അങ്ങനെ അങ്ങോട്ട് പോകും. പക്ഷെ ഇപ്പോൾ നോക്കുക, ഇപ്പോൾ വൈജ്ഞാനിക മേഖലയിൽ സാഹിത്യത്തിൻ്റെ ശതമാനം പണ്ട് 90% ഇപ്പോൾ 10%. ജീവിത വിജയം മാത്രമല്ല, അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി മേഖലകൾ സാമൂഹ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇപ്പോൾ വൈജ്ഞാനിക രംഗത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവാക്കൾ, ഇപ്പോൾ പണ്ട് കാലഘട്ടത്തിൽ വളരെ ബുദ്ധിജീവിയായ, പഠിക്കാൻ സമർത്ഥനായിട്ടുള്ളൊരു കുട്ടി ഏറ്റവും ആദ്യം പഠിക്കാൻ ശ്രമിക്കുക സാഹിത്യമാണ്. കാരണം പഴയ കാലത്തെ മുതൽ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. കാരണം പഠനം എന്ന് പറഞ്ഞാൽ മഹാകാവ്യങ്ങളാണ്. സംസ്കൃതത്തിൽ കാവ്യങ്ങൾ പഠിച്ചു. നിങ്ങൾ എവിടെയാണ് പഠനം, ഏത് ക്ലാസ്സിലാണെന്നല്ലാതെ ചോദിക്കുക, ഏത് മഹാകാവ്യം പഠിച്ചു എന്നാണ് ചോദിക്കുക. കാരണം എന്ത് പഠിക്കുന്ന ആളായാലും പഠനം എന്ന് പറഞ്ഞാൽ അതായിരുന്നു. ഈ കഥയിൽ ഭാഷയുടെ നവീകരണമാണോ, ഭാഷയുടെ പുതുക്കലാണോ പ്രധാനം, അതോ അതിനകത്ത് പ്രമേയമാണോ, ജീവിതമാണോ, എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കൽ പോലും ഉത്കണ്ഠപ്പെട്ടിട്ടില്ല. ആദ്യ കാലഘട്ടത്തിൽ ഉത്കണ്ഠപ്പെട്ടിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആധുനികതയെ വായിച്ചു വന്ന ഒരാളെന്നുള്ള നിലയിൽ രചനയിലുള്ള പരീക്ഷണങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു വേവലാതി എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മോചനം നേടാനായിട്ടാണ് എൻ്റെ പരിശ്രമം ഇപ്പോൾ. കാരണം ഭാഷ അത്ര പ്രധാനമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രാഫ്റ്റും അത്ര പ്രധാനമല്ല. എഴുതാനായിട്ട് നമ്മുടെ മനസ്സിൻ്റെ അകത്തൊരു ജീവിതാനുഭവം തന്നെയാണ് പ്രധാനം. കാരണം അനുഭവമാണ്. ഇപ്പോൾ സാഹിത്യകൃതിയുടെ ഏറ്റവും പ്രധാനം നവീനതയാണെന്നുള്ള കാര്യത്തിൽ എനിക്കതൊരു സംശയമില്ല. കാരണം അത് പുതിയ ഭാഷയായിരിക്കണം. നവീനത ഉണ്ടാക്കണമെങ്കിൽ പുതിയ ഭാഷയായിരിക്കും. പക്ഷെ ഭാഷയിലുണ്ടാക്കുന്ന ഒരു പരിവർത്തനം കൊണ്ട് ഒരിക്കൽ പോലും നമുക്കൊരു സ്ഥായിയായ നവീനത സൃഷ്ടിക്കാൻ കഴിയില്ല. അത് പെട്ടെന്ന് അതിലുണ്ടാകുന്ന അതൊരു പരിഷ്കാരം മാത്രമാണ്. അതേസമയം നമ്മുടെ ഉള്ളിലൊരു പുതിയ ആശയം, പുതിയൊരു ദർശനം, പുതിയൊരു സാമൂഹ്യ വീക്ഷണം, മനുഷ്യനെ സംബന്ധിച്ചൊരു പുതിയ കാഴ്ചപ്പാടുമായിട്ടാണ് നമ്മൾ എഴുതാൻ തുടങ്ങുന്നതെങ്കിൽ നമ്മുടെ ഭാഷ അതിനു മുമ്പ് എഴുതപ്പെട്ടിരുന്ന ഭാഷയേക്കാൾ തുലവും വ്യത്യസ്തമാവും. അവിടെയാണ് നമ്മൾ ബഷീറിനെ ബഷീർ എങ്ങനെ സാഹിത്യത്തിലൊരു പുതിയ ഭാഷ കൊണ്ടുവന്നു. അപ്പോൾ ആധുനികരുടെയൊക്കെ മുമ്പ്, എത്രയോ മുമ്പുള്ളതാണ് ബഷീർ. പക്ഷേ ആധുനികർ കാലകുത്തി മറിഞ്ഞിട്ടും ഉണ്ടാക്കാൻ കഴിയാത്ത നവീനത ഭാഷയിൽ കൊണ്ടുവന്ന ആളാണ് ബഷീർ. ഇന്നും നിലനിൽക്കുന്നു, എന്നും നിലനിൽക്കും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അത് ബഷീറിന് പറയാനൊരു പുതിയ ജീവിതം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുവരെ പറയാത്തൊരു ജീവിതം ഉണ്ടായിരുന്നു. അത് അനുഭവമാണ് ഭാഷ ഉണ്ടാക്കുന്നത്. You wish it. We have it. City Flower Department Stores. പ്രിയപ്പെട്ടവരുടെ സ്വപ്ന സാക്ഷാത്കാരം, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ ഷിഫ അൽ ജസീറ പോളിക്ലിനിക്, ബത്ത, റിയാദ്, സൗദി അറേബ്യ. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, പ്രഗത്ഭരായ മലയാളി ഡോക്ടർമാർ, മിതമായ ചികിത്സാ നിരക്ക്, മികച്ച സേവനം. ഇക്കാമ ബലദിയ മെഡിക്കൽ സെന്റർ, സഫ മക്ക പോളിക്ലിനിക്. വാർത്തകൾ വിശകലനങ്ങൾ. സൗദി വാർത്തകൾ. പ്രവാസികൾ നാട്ടിലയക്കുന്ന പണത്തിന്മേൽ സേവന നികുതി ഈടാക്കുവാനുള്ള ശ്രമത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ മാത്രമല്ല ആരുടെയും പിന്തുണ സ്വീകരിക്കുവാൻ മുസ്ലിം ലീഗ് തയ്യാറാണെന്നും എന്നാൽ ഇതിന്റെ പേരിൽ ഏതെങ്കിലും സംഘടനകളോട് പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഉണ്ടാവില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി മായനാജി റിയാദിൽ പറഞ്ഞു. KMCC റിയാദിൽ സംഘടിപ്പിച്ച വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുന്ന അദ്ദേഹം പ്രവാസികളുടെ നിക്ഷേപത്തിന്മേൽ സേവന നികുതി ചുമത്തുവാനുള്ള കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം പ്രവാസ ലോകത്തു നിന്നും ഉയർന്നു വരേണ്ടതുണ്ടെന്ന് റിയാദിലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ പുതിയ കൂട്ടായ്മയായ കേരളൈസ് ബിസിനസ് ഫോറം KBF ചൂണ്ടിക്കാട്ടി. ആഫ്മൂൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ ചെയർമാൻ നാസർ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ ഭാരവാഹികളെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. നാസർ അബൂബക്കർ ചെയർമാൻ, സൂരജ് പാണയിൽ, നസീർ സഫ്രോൺ, നാസർ നെസ്റ്റോ വൈസ് ചെയർമാൻ, മുഹമ്മദ് അലി മുണ്ടോടൻ മുഖ്യരക്ഷാധികാരി, അഹമ്മദ് കോയ ഫ്ലീരിയ, മൊയ്തു, TP മുഹമ്മദ്, ഷാജി അരിപ്ര, നാസർ നാസ്കോ, മജി ചീങ്ങോലി, VM അഷ്റഫ്, കോയ മുഹാജി എന്നിവർ രക്ഷാധികാരികളായും അഷ്റഫ് വേങ്ങാട് ജനറൽ കൺവീനർ, ഡേവിഡ് ലൂക്ക്, അറബ് കോ രാമചന്ദ്രൻ, ബഷീർ പാരഗൺ, ഫൈസൽ ക്ലിക്കോൺ, റഹീം വടകര കൺവീനർമാരായും സജി ജോസ് ട്രഷററായും 30 അംഗ കമ്മിറ്റി നിലവിൽ വന്നു. കുട്ടികളിൽ നേതൃപാഠവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ PVS ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന UN സിമുലേഷൻ കോൺഫറൻസിന്റെ മോക്ക് അസംബ്ലി അൽ-യാസ്മീൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടന്നു. ഒരു വിഷയം ഭംഗിയായും ലളിതമായും പരസ്പര ബഹുമാനത്തോടെയും അവതരിപ്പിക്കേണ്ടതിന്റെയും അത് പരിശീലിക്കേണ്ടതിന്റെയും ആവശ്യകത മുഖ്യാതിഥി സൗദി ഏവിയേഷൻ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ക്യാപ്റ്റൻ വില്യം റോ ആമുഖ പ്രസംഗത്തിൽ വ്യക്തമാക്കി. റിയാദ് പ്രവിശ്യയിൽ നിന്നുള്ള അൽ-ആലിയ ഇന്റർനാഷണൽ സ്കൂൾ, ഇന്റർനാഷണൽ ഇന്ത്യൻ എംബസി സ്കൂൾ, ഇന്ത്യൻ പബ്ലിക് സ്കൂൾ, മോഡേൺ ഇന്റർനാഷണൽ സ്കൂൾ, ഡൽഹി പബ്ലിക് സ്കൂൾ, അൽ-യാസ്മീൻ ഇന്റർനാഷണൽ സ്കൂൾ തുടങ്ങി 6 സ്കൂളിൽ നിന്നുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ഒരു നല്ല നാളേക്ക് വേണ്ടി ഒരുമിച്ച് മുന്നേറാമെന്ന ആശയത്തിലുള്ള സംവാദമാണ് അരങ്ങേറിയത്. UN കോൺഫറൻസിന്റെ 2 സഭകളിൽ ആദ്യത്തെ ജനറൽ അസംബ്ലിയിൽ പ്രകൃതി സംരക്ഷണവും കാലാവസ്ഥാ വ്യതിയാനവും എന്നതിനെക്കുറിച്ചും രണ്ടാമത്തെ സഭയായ സെക്യൂരിറ്റി കൌൺസിലിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വം, കുട്ടികളുടെ അവകാശ സംരക്ഷണം എന്നതിനെക്കുറിച്ചും സംവാദം നടന്നു. നാട്ടിൽ പോലും ഓണം, ഈദ് ആഘോഷങ്ങളുടെ വർണ്ണപ്പൊലിമകളും തനിമയും നഷ്ടമാവുമ്പോൾ പ്രവാസ ലോകത്ത് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കുവാൻ പ്രവാസി സംഘടന മുന്നോട്ട് വരുന്നത് ഏറെ അഭിനന്ദനാർഹമാണെന്ന് ഈസ്റ്റ് വെനീസ് അസോസിയേഷൻ റിയാദിൽ സംഘടിപ്പിച്ച ഓണം, ഈദ് ആഘോഷ പരിപാടിയിൽ സംബന്ധിച്ചവർ വ്യക്തമാക്കി. റിയാദ് ഇന്റർനാഷണൽ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ നിയാസ് ഉമർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സൈഫുദ്ദീൻ വിളക്കേഴും അധ്യക്ഷത വഹിച്ചു. സൈനുദ്ദീൻ കൊച്ചി, ഷിയാബ് കൊട്ടുകാട്, ഷംനാദ് കർണാകപ്പള്ളി, VJ നസറുദ്ദീൻ, ഷക്കീല വഹാബ്, സഫിയത്ത് നിഹാസ് എന്നിവർ സംസാരിച്ചു. ആഷിഖ്, ജ്യോതി, സതീഷ്, രാജേഷ്, സുരേഷ് എന്നിവർ ഗാനമേള അവതരിപ്പിച്ചു. നസീബ് കലാഭവന്റെ മോണോ ആക്ടും അരങ്ങേറി. KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റി റിയാദിൽ സംഘടിപ്പിച്ച പുസ്തക പ്രദർശനവും വിൽപ്പനയും പ്രമുഖ എഴുത്തുകാരനും സിനിമാ സാംസ്കാരിക പ്രവർത്തനമായ സമദ് മങ്കട ഉദ്ഘാടനം ചെയ്തു. റിവൈവ് 2014 ത്രൈമാസ ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ പ്രവാസി എഴുത്തുകാരുടെയും മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ പ്രദർശിപ്പിച്ചു. ചന്ദ്രിക ചീഫ് ഓർഗനൈസർ ഹമീദ് വാണിമേൽ, ഷിഹാബ് കൊട്ടുകാട്, കുന്നുമ്മൽ കോയ, അബ്ദുസമദ് കൊടിഞ്ഞി, ഡോക്ടർ അബ്ദുൽ അസീസ്, അലവിക്കുട്ടി ഒളവട്ടൂർ തുടങ്ങിയവർ പങ്കെടുത്തു. കഥ, ജീവചരിത്രം, വൈജ്ഞാനികം, കവിത, നോവൽ, ബാലസാഹിത്യം തുടങ്ങി എല്ലാ മേഖലയിൽപ്പെട്ട പുസ്തകങ്ങളും പ്രദർശനത്തിനെത്തിയിരുന്നു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജോസഫ് അതിരിങ്കൽ, ജയചന്ദ്രൻ നെരുവമ്പ്രം, റഫീഖ് പന്നിയങ്കര, ഷക്കീല വഹാബ്, അജീദ്, അഹമ്മദ് മേലാറ്റൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. Every moment in life makes a moment of smile. Cherish your moments of every smile. Always switch on the smile.
not just electronics, Smiletronics. ABC കാർഗോയിലൂടെ പാഴ്സലുകൾ അയക്കൂ, ഗോൾഡ് കോയിൻ സമ്മാനമായി നേടൂ. ഇനി ഇന്ത്യയിൽ എവിടെയും വേഗത്തിലും സുരക്ഷിതമായും നിങ്ങളുടെ പാഴ്സലുകൾ എത്തിക്കൂ, നിരവധി സമ്മാനങ്ങളും നേടൂ. നമ്പർ 1 in KSA, ABC Cargo, ഹെഡ് ഓഫീസ് റിയാദ്, ബ്രാഞ്ചസ് ജിദാദ്, ദമാം, അൽഖോബ, ജുബൈൽ, ബുറൈദ, മെക്ക, ലുലു ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് നെസ്റ്റോ ഹൈപ്പർ. മയിൽപ്പീലി റിയാലിറ്റി ഷോ. या नबी सलाम अलैकुम, या रसूल सलाम अलैकुम, या हबीब सलाम अलैकुम, सलावतुल्लाह अलैकुम, या नबी सलाम अलैकुम. أشرق البدر علينا فاختفت منه البدور، أشرق البدر علينا فاختفت منه البدور، مثل حسنك ما رأينا قد يا وجه سروري. أنت شمس أنت بدر أنت نور فوق نوري، يا نبي سلام عليكم، يا رسول سلام عليكم، يا حبيب سلام عليكم، صلوات الله عليكم، يا نبي سلام عليكم. يا نبي سلام عليكم، يا رسول سلام عليكم، يا حبيب سلام عليكم، صلوات الله عليكم، يا نبي سلام عليكم. يا كريم الوالدين، من رأى وجهك يسعد، يا كريم الوالدين، حوضك صافي الممجد في الدنا يوم النشور، أنت شمس أنت بدر أنت نور فوق نوري،
സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും യാ നബി സലാം അലൈക്കും. അയൽ രാജ്യങ്ങളുമായി എക്കാലവും തികഞ്ഞ സൗഹൃദം കാത്തുസൂക്ഷിച്ചിരുന്ന ഇന്ത്യയുടെ വിദേശ നയങ്ങൾ ഇനിയും കൂടുതൽ ഉദാത്തമാവേണ്ടതുണ്ട്. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനുമായി യുദ്ധമേഖലയിൽ മുഖത്തോട് മുഖം നിൽക്കുമ്പോഴും ക്ഷമയുടെയും സഹനത്തിന്റെയും മാർഗമാണ് ഹർഷഭാരതം പിന്തുടരേണ്ടത്. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി സ്വന്തം ജനതയുടെ ജീവനും സ്വത്തിനും ഒരു ഗ്യാരണ്ടിയും നൽകാത്ത പാകിസ്ഥാൻ പിന്തുടരുന്ന നയങ്ങൾ നമുക്ക് സ്വീകരിക്കാനാവില്ല. മേഖലയിലെ വൻ ശക്തികളിൽ ഒന്നായ ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധത്തിലേക്ക് കടന്നു പോകരുത്. ഇതുവരെ നാം നേടിയെടുത്ത മുഴുവൻ സൗഭാഗ്യങ്ങളും ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളയുന്ന ദുരന്തങ്ങളിലേക്ക് 125 കോടി ജനതയെ തള്ളിവിടരുത്. മോദിയിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നത് സമാധാനപൂർണമായൊരു ക്ഷേമരാഷ്ട്രമാണ്. കത്തിയമരുന്ന ജഡങ്ങളും ആയിരക്കണക്കിന് നിലവിളികളുമല്ല. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. അതിനായി മുഴുവൻ ജനതയും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സ്വന്തം ആലിയ ഹനീഫ. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ ഞാൻ യാത്ര ചോദിക്കുന്നു. മസ്ലാമ.